ട്രസ്റ്റുകൾ റൺ ചെയ്യുന്ന ആളുകൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഒരു ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 12A പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റുകൾ അവർക്ക് കിട്ടുന്ന റിസീപ്റ്റ്സിൻ്റെ 85% മാർച്ച് 31 മുൻപ് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അവരൊരു ചാരിറ്റബിൾ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ചാരിറ്റബിൾ പർപ്പസിന്, ഇനിയല്ല റിലീജിയസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ റിലീജിയസ് പർപ്പസിന് ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഷോർട്ട് ഫോൾ വരികയാണെന്ന് വിചാരിക്കും. അതായത് ഒരു ട്രസ്റ്റിന് 1 കോടി രൂപ റെസീറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ ചെലവഴിച്ചിരിക്കുന്നത് 60 ലക്ഷം രൂപയാണെന്ന് കരുതും. ആ കേസിൽ ആ ബാലൻസ് ഉള്ള എമൗണ്ട്, അതായത് ആ 40 lakhs ടാക്സബിൾ ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് വലിയൊരു ടാക്സ് ലയബിലിറ്റി അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫോൾ വരികയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ 85% ഷോർട്ട് ഫോൾ, അതായത് 25 ലക്ഷം രൂപ നിങ്ങൾ ഒരു ബാങ്കിൽ, ഷെഡ്യൂൾഡ് ബാങ്കിൽ FD ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഗവൺമെൻറ് ബോണ്ടുകളിലോ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സംഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ 85% യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെയാണ് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ട്രസ്റ്റുകൾ നടത്തുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എത്തിക്കുക. ഇതുപോലെയുള്ള ഫിനാൻസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക.